വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ എനിവേ എൻ്റെ മക്കളെല്ലാവരും നമ്മുടെ ക്രിസ്മസ് പരീക്ഷൻ്റെ ഒരുക്കത്തിലായിരിക്കും. നമുക്കറിയാം നമ്മുടെ ബേസിക് സയൻസിൽ നിന്ന് ധാരാളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നൊക്കെ ഇന്ന് സെറ്റ് ആക്കണം, നല്ല മാർക്ക് മേടിക്കണം അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ആകർഷിച്ചും വികർഷിച്ചും, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിലെ ഇതിന് മുമ്പത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, അതായത് നമ്മുടെ ആകർഷിച്ചും വികർഷിച്ചും അല്ലെങ്കിൽ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് മാഗ്നറ്റ്സിനെ പറ്റിയാണ്. ഈ പറയുന്ന കാന്തങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്സർവ് ദ ഫിഗർ ഇൻ വിച്ച് ദ അയൺ ഡസ്റ്റ് ഈസ് സ്റ്റക്ക് ഓൺ ടു ദ ബാർ മാഗ്നറ്റ്സ്, വിച്ച് വൺ ഈസ് കറക്റ്റ്, വൈ? മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ചിത്രം ഏതാണ് എന്ന് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ചിത്രങ്ങളൊന്നും ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ചിത്രം എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഇവിടെ എവിടെയാണ് അയൺ ഡസ്റ്റ് കൂടുതലായിട്ടും കാണുന്നത്? എവിടെയാണ്? യെസ്, അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലാണ് അയൺ ഡസ്റ്റ് കൂടുതലായിട്ടും കാണുന്നത്. ഇനി രണ്ടാമത്തതിലാണെങ്കിൽ ആ ഒരു അയൺ ഡസ്റ്റ് ഈക്വലായിട്ട്, അതായത് മിഡിൽ പോർഷനിലും ഇല്ല അതിൻ്റെ എൻഡിലും അല്ല, എല്ലായിടത്തും ഒരുപോലെയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കിയാൽ അറിയാം, അതിൻ്റെ ആ ഒരു ധ്രുവഭാഗങ്ങളിൽ, അതായത് അതിൻ്റെ ആ ഒരു പോൾസിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന അയൺ ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ശരി? ഏതായിരിക്കും? നമുക്കറിയാം, നമ്മളൊരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ബാർ മാഗ്നറ്റിൽ അതിൻ്റെ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിലായിരിക്കും, അതായത് ഈ ഒരു അഗ്രഭാഗത്തായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡ് പോർഷനെ നമ്മൾ മാഗ്നറ്റിക് പോൾ അല്ലെങ്കിൽ കാന്തിക ധ്രുവം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആയിരിക്കും അതിൻ്റെ ആ ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് നമുക്കറിയാം. എങ്കിൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന മൂന്നെണ്ണത്തിൽ ഏതായിരിക്കും ശരി എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതായിരിക്കും? കാരണം എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് തന്നെ ഈ പറയുന്ന എൻഡ് ഭാഗങ്ങളിലാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയായിരിക്കും കൂടുതലായിട്ടും നമ്മുടെ അയൺ ഡസ്റ്റ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്നാമത്തെ ചിത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉത്തരം എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് സ്ട്രോങ്ങർ അറ്റ് ദ റീജിയൻ നിയർ ദി പോൾ. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി പോൾ ഇൻക്രീസസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് വീക്കൻസ്. അതായത് കാന്തത്തിൻ്റെ ധ്രുവത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും, അകന്നകന്ന് പോകുന്തോറും കാന്തിക ശക്തി കുറവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എ ബാർ മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രീലി, അനദർ ബാർ മാഗ്നറ്റ് ഈസ് ബോൺ നിയർ ഇറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ബാർ കാന്തം സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന വിധം കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഇതിൻ്റെ അടുത്തേക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മറ്റൊരു ബാർ കാന്തം കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും അല്ലേ? വാട്ട് വിൽ ഹാപ്പൺ ടു ദ സസ്പെൻഡഡ് മാഗ്നറ്റ്? ഈ നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്ന ആ ഒരു മാഗ്നറ്റിന് എന്ത് സംഭവിക്കും? എന്താണ് കാരണം? കെട്ടിത്തൂക്കിയ കാന്തത്തിന് എന്ത് സംഭവിക്കും? എന്താണ് കാരണം? അപ്പം നമുക്കിവിടെ അറിയുന്ന കാര്യമാണ് മക്കളെ, നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് യാതൊരുവിധ ഫോഴ്സും കൊടുക്കാതെ ഫ്രീ ആയിട്ട് നമ്മളൊരു മാഗ്നറ്റ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാൽ ആ മാഗ്നറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഡയറക്ഷനിൽ നിൽക്കും? എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. അതിന് എപ്പോഴും എന്താണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മളൊരു ബാർ മാഗ്നറ്റ് നമ്മളൊരു മേശ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ പൊക്കത്ത് വെക്കുവാണെങ്കിൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ്, നമ്മളെങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുവാണെങ്കിൽ അതെപ്പോഴും എങ്ങനെ നിൽക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഈ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കാണുന്ന ഈ ബാർ മാഗ്നറ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ, അതായത് നമ്മുടെ ഇത് ഫസ്റ്റ് ബാർ മാഗ്നറ്റും ഇത് സെക്കൻഡ് ബാർ മാഗ്നറ്റ്. ഈ ഫസ്റ്റ് ബാർ മാഗ്നറ്റിൻ്റെ സൗത്തിൻ്റെ സൈഡിലേക്ക് സെക്കൻഡ് ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് വരത്തക്ക രീതിയിലാണ് നമ്മൾ അത് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതും സൗത്താണ്, ഇതും സൗത്താണ്. ഇത് രണ്ടും സൗത്താണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ് മക്കളെ? ലൈക്ക് പോൾസ് ആണ്, അതായത് ഒരേപോലെയുള്ള ധ്രുവങ്ങളാണ്. ഈ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ പരസ്പരം ഒരുമിച്ച് വന്നാൽ അത് എന്ത് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്? അത് റിപ്പൾഷന് വിധേയമാകൂലേ? അത് അട്രാക്ട് ചെയ്യുന്നതിന് പകരം അത് റിപ്പൾ ചെയ്യും. കാരണം നമുക്കറിയാം മാഗ്നറ്റിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയാണ്. ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് ഓൾവേസ് റിപ്പൾ ചെയ്യുന്നു, അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് ഓൾവേസ് അട്രാക്ട് ചെയ്യുന്നു. ഇനി നമുക്കറിയാം
ഇങ്ങനെ ഈ ഒരു രീതിയിൽ സൗത്ത് കൊണ്ടുവരുന്ന ഭാഗത്താണ് നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ അവ തമ്മിൽ റിപ്പൾഷന് വിധേയമാകും എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, നേരെ ജസ്റ്റ് ഒന്ന് തിരിയും. അതായത് ഇതിൻ്റെ നോർത്ത് ഭാഗം ഇങ്ങോട്ടേക്ക് വരത്തക്ക രീതിയിൽ നേരെ ഒന്ന് തിരിഞ്ഞിട്ട് ഈ 2 ബാർ മാഗ്നറ്റ് കൂടി ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം മിസ് വായിച്ചു തരാം. കാന്തങ്ങൾ അകന്നു പോകുന്നു, പിന്നീട് തിരിഞ്ഞു വന്ന് ഒട്ടുന്നു. കാരണം എന്താണ്, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ക്ലിയർ ആയല്ലോ? മാഗ്നറ്റ്സ് റിപ്പൾസ് ഈച്ച് അതർ ലൈക്ക് പോൾസ് ഓഫ് ദി മാഗ്നറ്റ്സ് റിപ്പൾസ് ഈച്ച് അതർ വെയറാസ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ അല്ലേടാ, സെറ്റല്ലേടാ? ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന വസ്തുക്കളെ കാന്തിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ബ്ലേഡ് ഉണ്ട്, അതുപോലെ തന്നെ നൂലുണ്ട്, മരക്കട്ടയുണ്ട്, ഇരുമ്പാണിയുണ്ട്, മുട്ടുസൂചിയുണ്ട്, പേപ്പറുണ്ട്. ഇതിനെ നമ്മൾ കാന്തിക സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കണം. അപ്പോൾ കാന്തം ആകർഷിക്കുന്നതും കാന്തം ആകർഷിക്കാത്തതും 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കാന്തം ആകർഷിക്കുന്നതിനെ നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു, കാന്തം ആകർഷിക്കാത്തതിനെ നമ്മൾ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി പറ്റും? ഈ പറയുന്ന ബ്ലേഡ് എന്ന് പറയുന്നത് കാന്തം ആകർഷിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ അയൺ നെയിൽ, മുട്ടുസൂചി എന്ന് പറയുന്നതും എന്താണ്? യെസ്, മുട്ടുസൂചി അല്ല, നമ്മുടെ ഇരുമ്പാണി എന്ന് പറയുന്നതും എന്താണ്? കാന്തം ആകർഷിക്കുന്നതാണ്. പിന്നെ പിന്നുണ്ട്, അതുപോലെ മുട്ടുസൂചി. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ ബ്ലേഡ്, അയൺ നെയിൽ, പിന്ന്, അതായത് നമ്മുടെ ബ്ലേഡ്, ഇരുമ്പാണി, മുട്ടുസൂചി, ഈ 3 ഐറ്റത്തിനെ കാന്തം ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ഐറ്റം നമുക്ക് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നൂല്, മരക്കട്ട, അതുപോലെ തന്നെ പേപ്പർ, ഇതിനെ ഒന്നും കാന്തം ആകർഷിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് 3ഉം എന്താണ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അകാന്തിക വസ്തുക്കൾ എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഇത്രയുള്ള മക്കളെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ലൈവ് ക്ലാസ്സിലും അതുപോലെ തന്നെ ഇതുപോലെ കുട്ടി വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.